ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം എപ്പിസോഡ് 97. ലുത്തിനിയായെക്കുറിച്ചുള്ള ധ്യാനം 10. അതിൽ ലുത്തിനിയായിലെ വാഴ്ത്തുമൊഴികളിൽ 7-ാമത്തെയാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. 6 നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞു. ദൈവവരപ്രസാദത്തിൻ്റെ മാതാവ്, ദൈവവരപ്രസാദത്തിൻ്റെ മാതാവ്, മദർ ഓഫ് ഡിവൈൻ ഗ്രേസ്. ലത്തീനിൽ മാത്തർ ദിവീനെ ഗ്രാസിയെ, മാത്തർ ദിവീനെ ഗ്രാസിയെ. നമ്മൾ ഈ മരിയൻ ധ്യാനത്തിൽ വളരെയധികം ആഴത്തിൽ ചർച്ച ചെയ്തൊരു സംഗതിയാണ് മറിയത്തിൻ്റെ അമലോത്ഭവം. അതായത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, അല്ലെങ്കിൽ നന്മ നിറഞ്ഞവളെ സ്വസ്തി. ആ വചനത്തെക്കുറിച്ച് നമ്മൾ ധാരാളം കണ്ടതാണ്. അതുകൊണ്ട് അത് കേട്ടിട്ടുള്ളവർക്ക് ഞാൻ ചുരുക്കമായിട്ടാണ് ഇപ്പം ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവം അയച്ച ഗബ്രിയേൽ മാലാഖ മറിയത്തിനടുക്കൽ വന്ന് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഹൈറെ കെഹരിത്തോമനെ, ഹൈറെ കെഹരിത്തോമനെ. ഹൈറെ എന്ന് പറഞ്ഞാൽ റിജോയ്സ്. നമ്മൾ സ്വസ്തി എന്ന് തർജ്ജമ ചെയ്യണം. ഷാലോം എന്നാണ് ഹീബ്രു വാക്കിൽ സാധാരണ അഭിസംബോധന ചെയ്യുക. അതിന് പകരം ഗ്രീക്കിലെ ഹൈറെ എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ റിജോയ്സ് എന്നാണ് അതിന് ശരിക്കുള്ള തർജ്ജമ. നമ്മൾ സ്വസ്തി എന്ന് തർജ്ജമ ചെയ്യണം. ഷാലോമും റിജോയ്സും ഒക്കെ ചേർത്തിട്ട് സ്വസ്തി എന്ന് തർജ്ജമ ചെയ്യണം. രണ്ടാമത്തെ വാക്ക് കെഹരിത്തോമനെ, കെഹരിത്തോമനെ. അതിന് 3 ഭാഗമുണ്ട്. ഹരിത്തോ എന്നാണ് നടുക്ക്, ഹരിത്തോ. അതിന് തുടക്കത്തിൽ കെ ഹരിത്തോ മെനെ, അവസാനം കെ ഹരിത്തോ മെനെ. ഇത് നമുക്ക് തർജ്ജമ ചെയ്യാൻ ഒട്ടും എളുപ്പമല്ല. വിശുദ്ധ ജെറോം തർജ്ജമ ചെയ്താണ് ഗ്രാസിയ പ്ലാന, ഫുൾ ഓഫ് ഗ്രേസ്. പക്ഷേ ആ തർജ്ജമയും പോരായ്മയുള്ളതാണ്. കാരണം സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം സ്തെഫാനോസിനെ കൃപ നിറഞ്ഞവൻ എന്ന് വിളിക്കുന്നുണ്ട്. കൃപ നിറഞ്ഞവൻ, കൃപയും ശക്തിയും നിറഞ്ഞവൻ. അതായത് സ്തെഫാനോസിനെ കൃപ നിറഞ്ഞവൻ എന്ന് വിളിക്കുന്നുണ്ട്. അതിനുപയോഗിക്കുന്ന വാക്ക് കെഹരിത്തോമനെ അല്ല, മറിച്ച് പ്ലേരസ് ഹാരിത്തോസ് എന്നാണ്. അപ്പോൾ കൃപ നിറഞ്ഞവൾ എന്നതിനാണെങ്കിൽ പ്ലേരസ് ഹാരിത്തോസ് എന്ന വാക്ക് ഉപയോഗിക്കേണ്ടത്, കെഹരിത്തോമൻ എന്നല്ല ഉപയോഗിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞാൽ പോലും അത് കെഹരിത്തോമനെ എന്ന് മാലാഖ പറഞ്ഞ വാക്കിൻ്റെ തർജ്ജമയാകില്ല. അപ്പോൾ പിന്നെ എങ്ങനെ തർജ്ജമ ചെയ്യും? ഞാൻ കൊടുക്കുന്ന തർജ്ജമ അത് അത്ര എളുപ്പമല്ല. എങ്കിലും ദൈവകൃപയുടെ അതിബാഹുല്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവളെ എന്നാണ് വേണ്ടത്. ദൈവകൃപയുടെ അതിബാഹുല്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവളെ, ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ. അങ്ങനെ തർജ്ജമ ചെയ്താലാണ് കുറച്ചുകൂടി ചേരുക. അതായത് ദൈവത്തിൻ്റെ വരപ്രസാദത്തിൻ്റെ ആധിക്യത്താൽ നിറഞ്ഞു തുളുമ്പുന്നവളെ, ദൈവത്തിൻ്റെ വരപ്രസാദത്തിൻ്റെ ആധിക്യത്താൽ നിറഞ്ഞു തുളുമ്പുന്നവളെ എന്ന് തർജ്ജമ ചെയ്താലേ കെഹരിത്തോമനെ എന്ന വാക്കിനോട് അല്പമെങ്കിലും നീതി പുലർത്താൻ കഴിയും. ഇത് ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറഞ്ഞ വാക്കാണ്. എന്ന് വെച്ചാൽ ദൈവം തന്നെ പറയുന്നത്. ഈ ലോകാരംഭം മുതൽ വരപ്രസാദത്തിൻ്റെയും ദൈവകൃപയുടെയും വിശുദ്ധിയുടെയും കാര്യത്തിൽ എല്ലാവരിലും ഉപരിയായി ഉയർത്തപ്പെട്ടവൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ലോകാരംഭം മുതലേ വരപ്രസാദത്തിൻ്റെയും വിശുദ്ധിയുടെയും ദൈവകൃപയുടെയും കാര്യത്തിൽ എല്ലാവരിലും ഉപരിയായി ഉയർത്തപ്പെട്ടവൾ. അതായത് പണ്ട് മുതലേ തുടങ്ങിയതും ഇപ്പോൾ തുടരുന്നതും ഇനിയും ഭാവിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതുമായ സംഗതിയാണ് മറിയത്തുള്ള ദൈവകൃപ അഥവാ വരപ്രസാദം. ഞാൻ ആവർത്തിക്കുക, ഇത് ദൈവം മാലാഖയിലൂടെ, ഗബ്രിയേൽ മാലാഖയിലൂടെ പറയുന്നതാണ്. ഇത് ദൈവവചനമാണ്. അതിനാൽ മറിയത്തെ ദൈവവരപ്രസാദത്തിൻ്റെ മാതാവ്, ദൈവകൃപയുടെ മാതാവ് എന്ന് വിളിക്കുന്നു. മിശിഹായുടെ അമ്മ, ക്രിസ്തുവിൻ്റെ അമ്മ, ദൈവമാതാവ്, ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അതുപോലെ അതോട് ചേർന്ന് പോകുന്ന ഒരു സംഗതിയാണ് ദൈവവരപ്രസാദത്തിൻ്റെ മാതാവ്. ദൈവകൃപയുടെ അതിബാഹുല്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവള് ദൈവവരപ്രസാദത്തിൻ്റെ മാതാവാണ്. ദൈവത്തിൻ്റെ വരപ്രസാദത്തിൻ്റെ ആധിക്യത്താൽ നിറഞ്ഞു തുളുമ്പുന്നവൾ, ആ തുളുമ്പുന്നവളായ മറിയം ദൈവവരപ്രസാദത്തിൻ്റെ മാതാവാണ്. ലോകാരംഭം മുതൽ ദൈവകൃപയുടെയും വരപ്രസാദത്തിൻ്റെയും വിശുദ്ധിയുടെയും കാര്യത്തിൽ എല്ലാവരും ഉപരിയായി ഉയർത്തപ്പെട്ടവൾ മറിയം ദൈവവരപ്രസാദത്തിൻ്റെ മാതാവാണ്. ഇതിനെ കുറച്ച് തെളിവുകൾ കൂടി ഞാൻ നൽകാം. ഈ വാക്ക് മാത്രമല്ല, ചില തെളിവുകൾ. ലൂക്കാസ് 1:41 മറിയത്തിൻ്റെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ അവളുടെ പിള്ള, ശിശു അവളുടെ ഗർഭത്തിൽ തുള്ളിച്ചാടി. മറിയത്തിൻ്റെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ ആ എലിസബത്തിൻ്റെ ഗർഭത്തിലുള്ള പിള്ള, ആ ശിശു അവളുടെ ഗർഭത്തിൽ തുള്ളിച്ചാടി. ഈ
അതേ ലൂക്കാസ് 1:41 തന്നെ പറയാണ്, മറിയത്തിന്റെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. നോക്കുക, എലിസബത്ത് മറിയത്തിന്റെ വന്ദനം കേട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ഇത് നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടോ നോക്കിയേ. അപ്പോൾ ദൈവവരപ്രസാദത്തിന്റെ മാതാവാണ് മറിയം എന്നതിന് തെളിവല്ലേ അത്? അവളുടെ വന്ദനം കേട്ടപ്പോൾ എലിസബത്ത് കേട്ടപ്പോൾ, അവളുടെ മറിയത്തിന്റെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ അവളുടെ ഗർഭത്തിലെ ശിശു തുള്ളിച്ചാടി. മറിയം, ദൈവവരപ്രസാദത്തിന്റെ മാതാവായ മറിയം, ആ മറിയത്തിന്റെ വന്ദനം കേട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിട്ടാണ് അവൾ പറയുന്നത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വന്നു. ഇതെങ്ങനെ? എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വന്നു, ഇതെങ്ങനെ? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത് കൊണ്ടാണ് എലിസബത്തിന് അങ്ങനെ മറിയത്തെ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് വിളിക്കാൻ കഴിഞ്ഞത്. ഇപ്പം നമ്മുടെ പെന്തക്കോസ്തക്കാർ, യഹോവ സാക്ഷികൾ, ബ്രദറൻ അസംബ്ലിക്കാർ, ബോൺ അഗൈൻ ക്രിസ്ത്യൻസ്, ദൈവസഭക്കാർ, ഇവർക്ക് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നോ ദൈവമാതാവെന്നോ മറിയത്തെ വിളിക്കാൻ പറ്റാത്തതിന് കാരണം അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവിൽ നിറയാത്തതിന് കാരണം അവർ മറിയത്തിൻ്റെ വന്ദനം കേൾക്കുന്നില്ല. മറിയത്തിൻ്റെ വന്ദനം കേൾക്കാത്തത് കൊണ്ടാണ് പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും ഒക്കെ പരിശുദ്ധാത്മാവിൽ നിറയാത്തത്. എലിസബത്ത് നിറഞ്ഞതുപോലെ അവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാനേ മറിയത്തിൻ്റെ വന്ദനം കേട്ടിരുന്നെങ്കിൽ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ദൈവമാതാവെന്നോ എൻ്റെ കർത്താവിൻ്റെ അമ്മാന്നോ മറിയത്തെ വിളിക്കാൻ ഒരു പ്രയാസം ഉണ്ടാകുമായിരുന്നില്ല. പരിശുദ്ധാത്മാവിൽ നിറയാത്തതിനാൽ പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും യഹോവ സാക്ഷികളും ബ്രദറൻ അസംബ്ലിക്കാരും പ്രൊട്ടസ്റ്റന്റുകാരും പിന്നെ ബോൺ അഗൈൻ ക്രിസ്ത്യൻസ് ഒക്കെ മറിയത്തെ മുട്ടത്തോടെന്നും പറഞ്ഞ് നടക്കുകയാണ്. അല്ലെങ്കിൽ മറിയം പൈപ്പ് പോലെയാണ്, മറിയം കുഴൽ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. അവർക്ക് പരിശുദ്ധാത്മാവില്ല, മറിയത്തിൻ്റെ വന്ദനം കേൾക്കാനുള്ള ഹൃദയ തുറവിയില്ല. വീണ്ടും ഈ എലിസബത്ത് പറയാ, നിന്റെ അഭിവാദനം എൻ്റെ ചെവിയിൽ വീണപ്പോൾ ശിശു പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. ആനന്ദം എന്നുള്ളത് സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിനുള്ള മറ്റൊരു വാക്കാണ്. പരിശുദ്ധാത്മാവിന് വാഗ്ദാനം ചെയ്യുമ്പോൾ ഈ ആനന്ദം എന്ന വാക്ക് പല പ്രാവശ്യം കർത്താവ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് പരിശുദ്ധാത്മാവിന് മറ്റൊരു പര്യായ പദമാണ് ആനന്ദം. നിന്റെ അഭിവാദനം എൻ്റെ ചെവിയിൽ വീണപ്പോൾ എൻ്റെ ഗർഭത്തിലെ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി, പരിശുദ്ധാത്മാവ് കൊണ്ട് തുള്ളിച്ചാടി. ജനിക്കുന്നതിന് മുൻപ് മാമോദിസ സ്വീകരിച്ചവനാണ് ഈ സ്നാപയോഹന്നാൻ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞെന്നല്ലേ പറയണേ, ഗർഭത്തിലെ ശിശു. അപ്പോൾ അവൻ ജനിച്ച് പ്രായപൂർത്തിയായിട്ട് ആണോ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞത്? ശിശു മാമോദിസയ്ക്ക് വലിയൊരു തെളിവാണ് ഈ പറയുന്നത്. ഈ സ്നാപയോഹന്നാൻ അവൻ്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവനാ, ആനന്ദം കൊണ്ട് തുള്ളിച്ചാടിയവനാ. വീണ്ടും എലിസബത്ത് പറയാണ്, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകുമെന്ന് വിശ്വസിച്ച ഭാഗ്യവതിയാണ് നീ. കർത്താവ് നിന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ച ഭാഗ്യവതിയാണ് നീ. കർത്താവ് അരുളി ചെയ്ത കാര്യം നിറവേറുമെന്ന് വിശ്വസിച്ചവൾ. ഇതിനോട് ചേർത്ത് വെക്കേണ്ടതാണ് കർത്താവ് ചോദിക്കുന്ന വചനം. ആരാണ് എൻ്റെ അമ്മ? ആരാണ് സഹോദരർ? ആരാണ് എൻ്റെ സഹോദരിമാർ? എൻ്റെ പിതാവിൻ്റെ വചനം കേട്ടതനുസരിക്കുന്നവർ. അങ്ങനെ അനുസരിച്ചവരിൽ ആദ്യത്തെ ആളാണ് മറിയം. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ച ഭാഗ്യവതിയാണ് അവൾ. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്ത്രീ ജനക്കൂട്ടത്തെ വിളിച്ചു പറഞ്ഞത് ലൂക്കാസ് 11:27-28, നിന്നെ വഹിച്ച ഗർഭപാത്രവും നിനക്ക് അമ്മിഞ്ഞ പാല് തന്ന മുലകളും ഭാഗ്യമുള്ളവ. കർത്താവ് പറഞ്ഞു, അതെ, പക്ഷെ അതിനേക്കാൾ ഭാഗ്യം അവൾക്കുണ്ട്. എന്താണ്? ദൈവത്തിൻ്റെ വചനം കേട്ട് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ഇങ്ങനെ രണ്ട് ഭാഗ്യവും, അതായത് അവനെ വഹിച്ച ഉദരവും ഗർഭപാത്രവും അവന് അമ്മിഞ്ഞപ്പാല് കൊടുത്ത മുലകളും ഭാഗ്യമുള്ളവ. എന്നുവെച്ചാൽ മറിയം ശാരീരികമായിട്ട് ജന്മം കൊടുത്തവൾ ഭാഗ്യവതിയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ യുഗാന്ത കുടുംബത്തിലെ അംഗം, ദൈവപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന ആ യുഗാന്ത കുടുംബത്തിലെ ആദ്യത്തെ അംഗവും മറിയമാണ്. ഇത് രണ്ടും കർത്താവ് പറഞ്ഞത്. ഇത്രയും തെളിവുകൾ പോരെ ദൈവവരപ്രസാദത്തിൻ്റെ മാതാവാണ് മറിയമെന്ന് പറയാൻ? ഇതിൽ കൂടുതൽ തെളിവുകൾ വേണോ? തെളിവ് ഇനിയുണ്ട് കേട്ടോ, ഞാൻ കുറച്ച് തെളിവുകൾ നിരത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ ദൈവവരപ്രസാദത്തിൻ്റെ മാതാവ് അതാണ് മറിയം. അവളോട് തീർച്ചയായിട്ടും നമുക്ക് അപേക്ഷിക്കാം. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് വെളിപാട് 5:8, വെളിപാട് 8:1 മുതൽ 4 വരെയൊക്കെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണം. ഏക മധ്യസ്ഥനുണ്ടെങ്കിലും വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണം. അങ്ങനെയെങ്കിൽ ഈ ദൈവവരപ്രസാദത്തിൻ്റെ മാതാവായ മറിയത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് വേണ്ടേ? തീർച്ചയായിട്ടും വേണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും
എപ്പോഴും എന്നേക്കും ആമേൻ.